പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്നു എന്ന് പറയാം. റഷ്യൻ സൈനികർക്കിടയിൽ HIV നിരക്കുകൾ വർദ്ധിക്കുകയാണ്. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ റഷ്യ യുക്രൈൻ യുദ്ധം സൈനികർക്കിടയിൽ HIV രോഗബാധ വർദ്ധിപ്പിച്ചതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം യുദ്ധം ആരംഭിച്ചതിന് ശേഷം സൈനികരിൽ HIV ബാധിതരുടെ എണ്ണം 20 മുതൽ 40 മടങ്ങ് വരെ വർദ്ധിച്ചുവെന്നാണ്. 1 മില്യണിലധികം ആളുകൾ HIV പോസിറ്റീവായ ഒരു രാജ്യത്തിന് ഇത് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ ഗുരുതരമായ സാഹചര്യത്തിന്റെ കാരണങ്ങളും സാമൂഹിക പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം. യുദ്ധമുഖത്ത് സൈനികർ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും ജീവൻ മരണ പോരാട്ടങ്ങളും HIV വർധനവിന് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മിക്ക സൈനികരും നാളെ എന്നൊന്നില്ല എന്ന ചിന്തയിലാണ് ജീവിക്കുന്നത് എന്നൊരു വലിയ വശം കൂടിയുണ്ട്. ഈ ഒരു ചിന്ത സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾക്കും അതുപോലെ ലഹരി മരുന്ന് ഉപയോഗത്തിനും കാരണമാകുന്നു. ഇതിനായി ഉപയോഗിക്കുന്ന സൂചികളും മറ്റു ഉപകരണങ്ങളും പങ്കുവയ്ക്കുന്നത് രോഗവ്യാപനം അതിവേഗത്തിലാക്കുന്നു. കൂടാതെ യുദ്ധമുഖത്ത് കോണ്ടം പോലുള്ള സുരക്ഷാ മാർഗങ്ങളുടെ ലഭ്യതക്കുറവും രോഗബാധ വർദ്ധിപ്പിക്കുന്നു. ഒപ്പം യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന സൈനികരെ ചികിത്സിക്കുന്ന ഫീൽഡ് ആശുപത്രികളിൽ മതിയായ വൈദ്യസഹായങ്ങളും ലഭ്യമല്ല. രക്തം സ്വീകരിക്കാനും മുറിവുകൾ ശുചീകരിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അണുവിമുക്തവുമല്ല. ഇത് HIV ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പകരാൻ സാധ്യത വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ഇനി റഷ്യൻ സൈന്യത്തിന്റെ HIV നിരക്ക് കുത്തനെ ഉയരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. രാജ്യത്തെ ജയിലുകളിൽ നിന്ന് HIV പോസിറ്റീവായ തടവുകാരെ സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്.